ട്രിവാൻഡ്രം തിരുമലയ്ക്ക് സമീപം ഒരു ബ്യൂട്ടിഫുൾ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 3 ബെഡ്റൂം വരുന്ന ഈ ഒരു കിടിലം വീടാണ് നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ വരുന്നത് 3.5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് വരുന്നത്. ഒരു കാറ് നമുക്ക് സുഖമായിട്ട് അകത്ത് കയറാനുള്ള സ്പേസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വേറൊരു വീടും നമ്മൾ ഓൾറെഡി സെയിലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയൊരു കാറാണെങ്കിൽ പോലും നമുക്ക് അകത്തിട്ട് സുഖമായി വളച്ച് കയറ്റാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഫുള്ള് താണ്ട് കാണുന്ന പോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നല്ല വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. 16x4 ഡയമെൻഷനാണ് നമുക്കിവിടെ സിറ്റ് ഔട്ടിന് വരുന്നത്. പിന്നെ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. തേക്കിലാണ് ഈ ഒരു ഡോറ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഈ വീടിൻ്റെ വുഡ് വർക്കെല്ലാം പ്ലാവും ആംഗിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സ്പേസാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ പാർട്ടീഷൻ ചെയ്തുവാണെങ്കിൽ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കൂടെ ഒരുമിച്ച് വരുന്നത് 22x20 ഡയമെൻഷനിലാണ്. ഇതാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്ക് മൾട്ടി വുഡിലാണ് ഈ ഒരു TV യൂണിറ്റ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമുക്ക് ഇനി ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് വരുന്നത്. കണ്ടോ, നല്ല വിശാലമായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. നമുക്കിവിടെ തറയിൽ ടൈല് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ പുറകു ചുമരുണ്ട്. ഇവിടെയും നമുക്കൊരു വാളാർട്ട് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ വരുന്നത്. ഒരു സിങ്കും ലൈറ്റിങ്ങും കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിവിടുത്തെ കിച്ചൺ നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫുള്ളും തന്നെ മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് നമുക്ക് ഈ കിച്ചൺ ഫുള്ളും തന്നെ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഗ്രാനൈറ്റ് ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് സിങ്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചന് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ നമുക്കിതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഇത് അവിടെയായിട്ട് നമുക്കൊരു കിണറും അപ്പുറത്ത് നനകല്ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഗ്യാസൊക്കെ വയ്ക്കാനുള്ള കണക്ഷൻ്റെ സംഭവമാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് നമുക്ക് ഈ ഒരു വീട് മുഴുവനായിട്ട് കിടപ്പുണ്ട്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം ഈ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു ബെഡ്റൂം നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിന് കൊടുത്തേക്കുന്ന ടൈല് ഇതാണ് വരുന്നത് ഡിസൈന്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമുക്ക് മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 3 ഡോർ വരുന്ന ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. നടുക്കൊരു മിററും ഇതിലിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിതാണ് PVC ഡോർ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉള്ളിലോട്ട് കയറി കാണാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫിൻ്റെ പാറ്റേണാണ് ഈ വാളിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സും ബാക്കി നമുക്ക് പർപ്പസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കാഴ്ച കാണാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ഈ മുകളിലോട്ട് പോകേണ്ടത്. നമുക്കിവിടെ സൈഡിൽ ഹാൻഡിൽസ് തടിയും സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വരുന്നത്. തറയിൽ നമുക്ക് ഈ ടൈൽ ഫുള്ളും തന്നെ ഗ്രാനൈറ്റ് ആണ് നമുക്കിവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിൽ കയറി പോകുന്ന ഭാഗത്തെല്ലാം ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ അവിടെ നിന്ന് നമുക്ക് നല്ല ലൈറ്റിങ് വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ച കാണാം. 22x18 ഡയമെൻഷനുള്ള ലിവിങ് ഏരിയയാണ് നമുക്ക് മുകളിൽ കിട്ടുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് ഉണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിംഗ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് മുകളിൽ വരുന്നത്. ഉണ്ടോ, ടൈല് നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്കിവിടെ ടൈല് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുകളിലത്തെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും ഒരു ബെഡ്റൂം ഇപ്പുറത്തും 2 ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ച എടുക്കണം. നമുക്ക് ഈ ഭാഗത്ത്
ആദ്യത്തെ ബെഡ്റൂം നോക്കുക. 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. മുകളിൽ നമ്മൾ താഴെ കണ്ട അതേ ഒരു കാര്യങ്ങളുള്ള സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴെ കണ്ട അതേ ഒരു രീതിക്കുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നടുക്ക് ഒരു മിററൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പിംഗ് ടെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ ഒട്ടിച്ചേക്കുന്ന ടെയിൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ യൂസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി കാണാം. അപ്പോൾ 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് മുകളിൽ സീലിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർ തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലോട്ട് കയറി കാണാം. തറയിൽ നമുക്ക് ഗ്രിപ്പ് ഇടുന്ന ടെയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിററും ഇവിടെ സിങ്ക് ബാക്കി എല്ലാ സംഭവവും നമുക്ക് ഈ ഒരു ബാത്റൂമിൽ വരുന്നുണ്ട്. സ്പേസ് പക്ഷേ കുറച്ച് കുറവാണ്, പക്ഷേ ബാക്കി എല്ലാ ഫിറ്റിങ്സും നമുക്ക് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. 16x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റുമാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലെ ഹാൻഡിൽസ് ഉണ്ട്, സ്റ്റീലും ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ വരുന്നത്. തൊട്ടിപ്പുറത്തൊക്കെ തന്നെ നമുക്ക് വേറെയും വീടുകളുണ്ട്. റോഡൊക്കെ നമുക്ക് മെയിൻ റോഡ് അപ്പുറത്താണ് വരുന്നത്. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു വീടാണ് വരുന്നത്. നമുക്ക് തറയിൽ സെയിം ടെയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു തൂണിലുണ്ട് ഗ്ലാഡിങ് സ്റ്റോണൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 65 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മോളിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.